ഇപ്പോൾ സുലേഖ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സുലേഖ, സർവകലാശാലയിലെ ഭൂരിഭാഗം ജീവനക്കാരും ഈ സമരത്തിന്റെ ഭാഗമായി ഉണ്ടോ? എന്താണ് ജീവനക്കാർ പറയുന്നത്? വലിയ തരത്തിലുള്ള ഒരു ഭരണസ്തംഭനം അവിടെ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവിടെ രണ്ട് രജിസ്ട്രാർമാർ വരുന്ന ഒരു സാഹചര്യം. സിൻഡിക്കേറ്റ് ഭരണ ചുമതലയുള്ള, അതായത് നിയമപരമായ അധികാരമുള്ള സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാറിനെ തള്ളിക്കൊണ്ട് പകരം മറ്റൊരു താൽക്കാലിക രജിസ്ട്രാറെ ഇപ്പോൾ VC നിയമിച്ചിരിക്കുന്നു. പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തുണ്ടാകുന്നത്. എന്താണ് ജീവനക്കാർ പറയുന്നത്? പോലെ തന്നെ നിയമപരമായി ചുമതലയേറ്റ രജിസ്ട്രാറിനെ നീക്കം ചെയ്യുന്നു. അതിന് പിന്നാലെ അസിസ്റ്റന്റ് രജിസ്ട്രാറിന് ഇത്തരത്തിലുള്ള ഒരു ചുമതല നൽകുന്നു. ആ അസിസ്റ്റന്റ് രജിസ്ട്രാറെയും ഈ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടി താൽക്കാലിക VC ചുമതലയേറ്റ സിസ തോമസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സർവകലാശാലയ്ക്ക് മുന്നിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സർവകലാശാലയ്ക്ക് മുന്നിൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SFIയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമുണ്ടാകുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സർവകലാശാല ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധം താൽക്കാലിക VC ചുമതല ഏറ്റെടുത്ത സിസ തോമസിനെതിരെ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. P ഹരികുമാറിനെ ഇത്തരത്തിൽ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത നടപടി ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ നടക്കുന്നത്. ഇത്തരത്തിൽ എന്ത് അധികാരം ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറെ ഇന്ന് നീക്കം ചെയ്തതെന്നത് തന്നെയാണ് ഈ എംപ്ലോയീസ് യൂണിയൻ നേതൃത്വത്തിൽ നടക്കുന്ന ഈ എംപ്ലോയീസ് യൂണിയന്റെ ഭാരവാഹികളും ജീവനക്കാരൊക്കെ തന്നെയും ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രജിസ്ട്രാറിന് പിന്നാലെ അസിസ്റ്റന്റ് രജിസ്ട്രാറിനെയും ഇത്തരത്തിൽ നീക്കം ചെയ്തത്, സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് എന്നുള്ളൊരു ചോദ്യമാണ് ഇത്തരത്തിൽ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ഇപ്പോൾ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എല്ലാ വിഭാഗത്തിലുള്ള ജീവനക്കാരും ഈ സമരത്തിന്റെ പങ്കാളികളാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. വലിയ രീതിയിൽ തന്നെ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ ഈ പ്രതിഷേധം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ VC ആയിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ രജിസ്ട്രാറിനെതിരെയുള്ളൊരു നടപടി എടുക്കുന്നു. അതിന് പിന്നാലെ മോഹനൻ കുന്നുമ്മലിന് പകരം ചുമതലയേറ്റെടുത്ത സിസ തോമസ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തുകൊണ്ടുള്ളൊരു ഉത്തരവ് ഇറക്കുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നു. സുരേഖ, ഏതായാലും ജീവനക്കാർ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല. പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ ശേഷം അവർ വീണ്ടും തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഏതായാലും സർവകലാശാലയുടെ ഭരണം സ്തംഭിപ്പിക്കാനുള്ള VCയുടെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ആ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മുദ്രാവാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയും ചെയ്തത്. നിലവിൽ വലിയ തരത്തിൽ പോലീസ് അടക്കമുള്ള സുരക്ഷ അവിടെ വിന്യസിച്ചിട്ടുണ്ടല്ലോ. SFIയുടെ പ്രതിഷേധത്തിന്റെ രീതി എങ്ങനെയാണ്? ഇന്ന് വീണ്ടും കൂടുതൽ SFI പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ നിലവിൽ? സർവകലാശാല ആസ്ഥാനത്ത് പുറത്തും അകത്തും ഒരുപോലെ പോലീസ് വിന്യാസം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും SFI പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ആദ്യം മുതൽക്ക് ഇത്തരത്തിൽ രജിസ്ട്രാറിനെതിരെ നടപടിയെടുത്ത ഘട്ടം മുതൽ ഈ ചാൻസലർ ഇത്തരത്തിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കുന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ SFI പ്രവർത്തകർ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തി രംഗത്ത് വന്നിരുന്നു. ആ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധം സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത്. എന്തായാലും ഈ വൈസ് ചാൻസലറുടെ അധിക ചുമതലയുള്ള സിസ തോമസ് അല്പസമയത്തിനകം സർവകലാശാലയിലേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് ഇത്തരത്തിൽ SFIയുടെ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സിസ തോമസ് കേരള സർവകലാശാല ആസ്ഥാനത്ത് എത്തിച്ചേരുമെന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിഷേധത്തിന്റെ ഭാവം മാറും, അത്തരത്തിൽ പ്രതിഷേധത്തിന്റെ രൂപം മാറും എന്നുള്ളൊരു കാര്യം തന്നെയാണ് SFIയും അതിനൊപ്പം തന്നെ എംപ്ലോയീസ് യൂണിയനും ഇത്തരത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. കാരണം എന്ത് അധികാരത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ രജിസ്ട്രാറെയും അതിനൊപ്പം തന്നെ ഇന്നിപ്പോൾ നടപടിയെടുത്ത അസിസ്റ്റന്റ് രജിസ്ട്രാറിനെയും എന്തടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് എന്ന ചോദ്യം തന്നെയാണ് എംപ്ലോയീസ് യൂണിയനും അതിനൊപ്പം തന്നെ SFIയും പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും VC എന്ന നിലയ്ക്ക് സിസ തോമസും അതിനൊപ്പം തന്നെ താൽക്കാലിക VC ആയിട്ടുള്ള ഇപ്പോൾ ലീവിൽ പ്രവേശിച്ചിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമലും ഇടപെടുന്നുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമില്ല എന്നത് തന്നെയാണ് എംപ്ലോയീസ് യൂണിയനും ഒപ്പം
വിദ്യാർത്ഥി സംഘടനയായ SFIയും ശരി, പറയുന്നത്. സുരേഖയാണ് തിരുവനന്തപുരത്ത് നിന്ന് കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാല ജീവനക്കാരും പ്രതിഷേധ മുഖത്താണ്. VC-യുടെ നടപടിക്കെതിരെ ആ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് അല്പം മുമ്പ് സർവകലാശാല ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. വീണ്ടും അവർ ജോലിയിലേക്ക് തിരികെ പ്രവേശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.